സർ, ഇലക്ഷൻ സർവേകളിൽ പാലാ മണ്ഡലത്തിൽ കടുത്ത ത്രികോണം മത്സരം നടക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലയിൽ. നമുക്കറിയാം ഷോൺ ജോർജ് 30% വോട്ട് പിടിക്കുമെന്നാണ് പല സർവേകളും പറയുന്നത്, അഭിപ്രായപ്പെടുന്നത്. ജോസ് കെ മാണി 33, മാണി സി കാപ്പൻ 32. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു പാലാ മണ്ഡലത്തിലെ ആ ഒരു പരിവർത്തനം എന്നുള്ളത്? ഇത് ഏത് സർവേയിലാണ് അർജുൻ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് കണ്ടത്? ഇത്തരത്തിൽ ഇന്നലത്തെ റിപ്പോർട്ടർ ചാനൽ സർവേയിലൊക്കെ ഈ ഒരു ഫലമാണ് കാണുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഏതൊരു സർവേ അല്ല, അവരൊരു ഏകദേശം ഒരു ഊഹിച്ചങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുകൂടി സർവേ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസൊക്കെയാണ്. അപ്പോൾ അതിൽ പാലായിൽ എന്താണ് റിസൾട്ട് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിലാണ് നോക്കിയിട്ടുള്ളത്. മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശൈലജ ടീച്ചർ വിജയിക്കുമെന്നൊക്കെ അല്ലായിരുന്നു മാതൃഭൂമി നടത്തിയിരുന്നത്? അതെ. അല്ല, മാതൃഭൂമി ഇത്തവണ അത് കുറച്ചുകൂടി പ്രോപ്പറായിട്ടാണ് നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ സർവേകളൊക്കെ ഒരുപാട് പൊളിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മനോരമയുടെ സർവേ അടക്കം എല്ലാം തകർന്നു പോയിട്ടുണ്ട്. ഈ പാലായുടെ കേസിൽ മിക്കവാറും അത് അവിടെ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് എന്ന് പറയുന്നത് മാണി സി കാപ്പൻ ജയിക്കാനാണ് സാധ്യത. ജോസ് കെ മാണി പരാജയപ്പെടും. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ല ബോധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ UDF, അതായത് UDFിൻ്റെ കയ്യിലിരുന്നിട്ട് പോലും യഥാർത്ഥത്തിൽ UDF പുറകിപ്പോയൊരു മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കണക്കുകൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ പാല ഒപ്പത്തിനൊപ്പമല്ല, 1600 വോട്ടുകളുടെ കുറവാണ് UDFിന് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? 3 മണ്ഡലങ്ങളിലാണ് അങ്ങനെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ UDF പുറകിപ്പോയത്. ഒന്ന് ഈ പറയുന്ന പാലയാണ്, രണ്ടാമത്തേത് കോവളമാണ്, മൂന്നാമത്തേത് കുണ്ട്രയാണ്. അപ്പൊ അതിൽ ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും ഒക്കെ ഒരു എഫക്ട് മൂലമായിരിക്കും അങ്ങനെ പുറകെ പോയത്. അതോടൊപ്പം തന്നെ ഒരു കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പുറകെ പോകാൻ നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഇപ്പൊ ബിനു പുളിക്കക്കണ്ടം എന്ന് പറഞ്ഞ ഒരു റിബൽ, BJPയുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് ഗോപിയുമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ സഹോദരനൊക്കെ നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. നേരത്തെ ഒരു മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ളൊരു ടോട്ടൽ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ജോസ് കെ മാണിക്ക് സാധാരണ എതിരാണ്. ഓക്കെ, ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസം വരില്ല എന്നൊക്കെ അറിയില്ല, കാരണം ഇതൊക്കെ നാരോ മാർജിനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം അവിടെ ഷോൺ ജോർജിന് ചില സാധ്യതകളുണ്ടായിരുന്നു, ജയിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ വലിയ ഒട്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകളെ പക്ഷേ FCR കെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ PC ജോർജിന്റെ ആ ഒരു പ്രസ്താവനയെ ഷോൺ ജോർജ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അല്ല, PC ജോർജിന്റെ പ്രസ്താവന ഇനിയിപ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, PC ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഷപ്പുമാർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആകെ 2.5% ഇന്ത്യയിലുള്ളൂ. അതുപോലെ തന്നെ ആകെ ഇവിടെ മറ്റേ ഇവരെ എടുത്ത് BJP എടുത്ത് ചുമന്നുകൊണ്ട് കിടക്കുകയാണ്, BJPക്ക് ഭ്രാന്തായിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് PC ജോർജ് പറഞ്ഞു. അത് PC ജോർജ് പറഞ്ഞാലും ഇല്ലെങ്കിലും FCR തീർച്ചയായിട്ടും അവിടെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ. കാരണം സഭകളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മണിപ്പൂരിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനേക്കാളൊക്കെയോ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അവരുടെ സ്വത്തുകളും അതുപോലെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണവും അതിന്റെ പുറത്തുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസും ആണ്. കേരളത്തിൽ തന്നെ 1000-ലധികം വരുന്ന FCRA ലൈസൻസുകളുണ്ട്. ആ ലൈസൻസുകളിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ്. അപ്പോൾ ആ ഫണ്ട് വരവ് തടസ്സപ്പെടുത്തുന്ന അവരുടെ വേണമെങ്കിൽ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈസൻസ് വൈകിപ്പിച്ചാൽ പോലും മുൻകാല പ്രാബല്യത്തോടുകൂടി, അതായത് 4-5 കൊല്ലം മുമ്പുള്ള വേണമെങ്കിൽ അത് ഇത് പിടിച്ചെടുക്കാമെന്നൊക്കെ പറയുന്ന നിയമം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് തന്നെ നാളെ അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടാമെന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നം ഷോൺ ജോർജിനെ അവിടെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിനെയും മറികടന്നുകൊണ്ടൊരു വലിയ പെർഫോമൻസ് ഷോൺ ജോർജ് അവിടെ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാധാരണ അവിടെ BJP വോട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബിഷപ്പുമാർ കൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്രകാരം സഭാവിശ്വാസികൾ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയും അങ്ങനെ വോട്ട് ചെയ്യുമോ? നേരെ തിരിച്ചാണ്. അല്ല, പ്രത്യേകിച്ചും മറ്റേ നമ്മുടെ പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു വിവാദ പരാമർശമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പരാമർശം. അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയതെല്ലാം ഈ പറയുന്ന BJP-കാരായിരുന്നില്ലേ അന്നൊക്കെ തന്നെ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺസോളിഡേഷൻ പാലയിൽ വ്യക്തമല്ലേ ഇപ്പോൾ? ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് എതിരഭിപ്രായം ഉണ്ടായില്ല. താങ്കൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് ബിഷപ്പുമാരും അതുപോലെ തന്നെ മതസാമുദായിക നേതാക്കളുമൊക്കെ അഭിപ്രായം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നേരെ തിരിച്ച് ഒരു 10-20 കൊല്ലത്തോളം ഇവരുടെയൊക്കെ പ്രാധാന്യം വളരെ വളരെ കുറവായിരുന്നുവെങ്കിൽ
കഴിഞ്ഞൊരു 5 കൊല്ലങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രാധാന്യം വളരെ കൂടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നമ്പറുകളിലും കൂടുതലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം BJPയുടെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സും നരേറ്റീവും മതപരവും ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പൊളിറ്റിക്സും കേരളത്തിൽ വലിയ തോതിൽ ബലമേറിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊന്നൽ അതിന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയാം, അവരെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. അവർക്കറിയാം എവിടെ നിന്നാലാണ് നേട്ടമുണ്ടാവുക, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്, വളരെ ഡിപ്ലോമാറ്റിക്കലി കാര്യങ്ങൾ നിൽക്കേണ്ടതെന്ന് അറിയാം. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലം മുതൽ ഇന്ന് ഈ നരേന്ദ്രമോദിയുടെ കാലം വരെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിൽ അവർ ഇപ്പോൾ BJP-ക്കൊപ്പം നിൽക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് നേട്ടം കൊയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ ചെന്ന് ആര് കണ്ടാലും, അർജുൻ കണ്ടാലും, ഇനി എക്സ് കണ്ടാലും, നാളെ പിണറായി വിജയൻ ചെന്ന് കണ്ടാലും അവർ വളരെ ഭംഗിയായി കൃത്യമായൊക്കെ സംസാരിച്ച് വിടും. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഐക്യദാർഢ്യം ഉണ്ടെങ്കിൽ അവരത് സ്വീകരിക്കുമെന്നൊക്കെ മാത്രമേ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് താങ്കൾ ഈ പറഞ്ഞ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശമൊക്കെ ഉണ്ടാവും. BJP അല്ല അനുകൂലിച്ചത്, അതിനേക്കാൾ കൂടുതൽ അനുകൂലിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നതും അരമനയിൽ ചെന്നത് VN വാസവനാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സംഘടനകൾ ചെന്ന് കണ്ടു അവർക്ക് പിറ്റേ ദിവസം വോട്ട് കൊടുക്കുമെന്നൊന്നുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബിഷപ്പ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഈരാട്ടുപേട്ടയിൽ നിന്നുള്ള പ്രവർത്തകർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിനെല്ലാം തടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ ബിഷപ്പിനെ സഹായിച്ചതും BJP-ക്കാരാണെന്നുള്ള ഒരു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നും ഇപ്പൊ ഈരാറ്റുപേട്ടയിൽ കുറച്ചു പേര് മാർച്ച് നടത്തിയതുകൊണ്ട് ബിഷപ്പ് ഹൗസ് എന്തോ അറ്റാക്ക് ചെയ്യപ്പെടില്ലെന്നും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആ പ്രസ്താവനയൊക്കെ തള്ളിപ്പറഞ്ഞല്ലോ. അദ്ദേഹം ആ പ്രസ്താവന തള്ളിപ്പറഞ്ഞു, സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തെ ബിഷപ്പിന്റെ പ്രസ്താവനയെ UDF ആയാലും LDF ആയാലും തള്ളിപ്പറയായിരുന്നല്ലോ ചെയ്തത്. അതിനെ അനുകൂലിച്ചില്ലല്ലോ. അല്ല, അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ലല്ലോ. വിരുദ്ധമായിട്ടുള്ള കാര്യം അതിനെ അനുകൂലിച്ച BJP മാത്രമാണല്ലോ. അതിനെ BJP അനുകൂലിക്കുമ്പോഴും BJPയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ. ഈ സഭയിൽ തന്നെ വലിയൊരു നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു BJPയോടുള്ള ഒരു അനുകമ്പ അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള നിലപാടുകൾ ഈ പറയുന്ന സഭാപിതാക്കന്മാർ എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് പേര്. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു പിതാവ് ബിഷപ്പ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, റബ്ബറിന് 300 രൂപയാക്കിയെങ്കിൽ ഞങ്ങൾ ഒരു MP തരും എന്ന് പറഞ്ഞത് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ആ മാസങ്ങൾക്ക് ശേഷമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് സഭക്ക് കുറച്ചെങ്കിലും എന്ത് ചെയ്ത് വെളിവായത്. അതിനുശേഷം ഇപ്പൊ FCR നിയമവുമായി ബന്ധപ്പെട്ട് ദീപിക, കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അതിനുശേഷം ഇതേ രാജീവ് ചന്ദ്രശേഖരനെയും ഷോൺ ജോർജിനെയൊക്കെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ അറിയേണ്ടത് നാളെ ഈ പറയുന്ന പോലെ ആരെക്കുറിച്ച് അവർ എതിരഭിപ്രായം പറഞ്ഞാലും പള്ളികളിലേക്ക് ആരെങ്കിലും ചെന്ന് ബിഷപ്പിനെ കാണണം എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കും, അവർ കേക്ക് കൊടുക്കും, അവർ വൈൻ കൊടുക്കും. അതിലൊന്നും ഒരു തർക്കൂലെന്നേ എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻസ് മുഴുവൻ ഒട്ടിയുമെന്ന് നിങ്ങൾ വിചാരിച്ചു കളയരുത്. തൃശ്ശൂരൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പാർലമെന്റിൽ. തൃശ്ശൂർ പാർലമെന്റിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ മുൻപും അവർ പിടിച്ചെടുക്കാനായി. മുൻപും ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയല്ലേ. അപ്പൊ മുൻപത്ത് ഒരു BJPയുടെ മെമ്പർമാർ പോലും ഇല്ലാത്ത സ്ഥലത്ത് ആ മുൻപം മേഖല പോലും പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു ക്രൈസ്തവ കൺസോൾട്ടേഷൻ ഇന്നിപ്പോ പാലയിലും അനുഭവപ്പെടുമോ ഷോൺ ജോർജിലൂടെ? ഈ ക്രൈസ്തവ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും അത് വളരെ നാമമാത്രമായ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മുനമ്പത്തുണ്ടായത് എന്താണെന്നുള്ളത് കുറച്ചുകൂടി വിശദമായി നമ്മൾ പഠിക്കണം, കണ്ണുകളോടുകൂടി നോക്കണം, മൈക്രോസ്കോപ്പിക് ലെൻസിലൂടെ നോക്കണം. മുനമ്പത്ത് ആരാണ് അഫക്റ്റഡ് പാർട്ടി? അത് ലാറ്റിൻ കാത്തലിക് ആണ്, അത് സിറിയൻ കാത്തലിക് അല്ല. ആ ലാറ്റിൻ കാത്തലിക് ഇപ്പൊ പാലായിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ന്യൂനപക്ഷമായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ സിറിയൻ കാത്തലിക്സിന്റെ ഇടയ്ക്കാണ് BJPയോടുള്ള ഒരു അനുകമ്പ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അല്ല, സിറിയൻ കാത്തലിക്കിന്റെ ഇടയ്ക്ക് കാസ പോലെയുള്ള സംഗതികളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ഒരു അന്യമത ഈ പറഞ്ഞ പോലെ ഭയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ഇതുണ്ടായതും അതിനുശേഷം മണിപ്പൂർ വലിയ കലാപം ഉണ്ടായത്, പള്ളികൾ ആക്രമിക്കപ്പെട്ടതും ഒക്കെ വലിയ പ്രധാനപ്പെട്ട വിഷയമല്ല. അതിനേക്കാളൊക്കെ 10 ഇരട്ടി ഇമ്പാക്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമാണ് FCR എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ FCR പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ വരുന്ന വിഷയങ്ങളാണ് ജനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. ആ വിഷയങ്ങൾ ഉറപ്പായിട്ടും ഷോൺ ജോർജിനെതിരാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾക്ക് എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ ബിഷപ്പിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഇവർക്ക് BJPക്ക് ഭ്രാന്തായിട്ടാണ് ക്രിസ്ത്യാനികളെ ചുമന്ന നടക്കുന്നതെന്നും ക്രിസ്ത്യാനികൾ ഇവിടെ കിടന്ന് ചാടേണ്ടെന്നും ഒക്കെ പറഞ്ഞൊരു കാര്യം നാളെ ഞാൻ പിൻവലിച്ചു അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം മാഞ്ഞു പോവുകയും ഷോൺ ജോർജിനെ ഒരു പിന്തുണക്കുകയും ചെയ്യും? ഇല്ല, അത് പോവില്ല.
ഇനി സാധാരണ ഒരു സഭാവിശ്വാസിയുടെ മനസ്സിൽ പോലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജോസ് കെ മാണിയുടെ ഈ പറയുന്ന മാണി സി കാപ്പന്റെ ഭൂരിപക്ഷം അത്രയായിരിക്കും സ്വാഭാവികമായിട്ട്. അല്ല, ഭൂരിപക്ഷം ആരാണെങ്കിലും വളരെ കുറയാനാണ് സാധ്യത. മാണി സി കാപ്പനാണെങ്കിൽ പോലും അവിടെ വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു നടപ്പാക്കിയിട്ടില്ല, വലിയ തോതിലുള്ള ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മാണി സി കാപ്പൻ പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും യു ഡി എഫ്. അല്ല, ഞാൻ പറയട്ടെ, മാണി സി കാപ്പനും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറാം എന്നൊക്കെ പുള്ളി ഒരിടക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലം കിട്ടിയാൽ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറാം എന്ന് പറയുന്നത് തോന്നൽ പുള്ളിക്കടപ്പുണ്ടായിരുന്നു. ജോസ് കെ മാണി ഇപ്പുറത്തെ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ മത്സരിക്കാൻ വിട്ടുകൊടുക്കാം എന്നൊക്കെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ അർത്ഥം അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ മാണി വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഒന്നിച്ചുകൊണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ മാണി സി കാപ്പൻ ജയിക്കുന്നത്. അല്ലാതെ കേരള കോൺഗ്രസ്സുകാരോട് ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിനകത്തെയും കേരള കോൺഗ്രസിനകത്തെയും ഒക്കെ ആളുകൾ ഇത്തവണയും ജോസ് കെ മാണിക്കെതിരെ ഒന്നിക്കാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതിന് വലിയ വിലങ്ങുതടിയാകുന്ന ഒരു പെർഫോമൻസ് ഷോൺ ജോർജിന്റെ ഭാഗത്തുകൂടി. ഇനി ഷോൺ ജോർജ് കുറച്ച് വോട്ട് പിടിക്കേണ്ടെന്ന് വിചാരിക്കും. അപ്പോഴും പിടിക്കുന്നത് LDF വോട്ടുകളായിരിക്കും അതോ UDF മിക്കവാറും അത് UDF വോട്ടുകളായിരിക്കും. അതാണ് അതിന്റെ അടുത്ത പ്രശ്നം. വൻതോതിൽ UDF വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് LDFന്റെ വിജയത്തിൽ കലാശിക്കില്ല, ജോസ് കെ മാണിയുടെ വിജയത്തിൽ. അല്ല, അല്ലെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കോൺട്രിബ്യൂഷനിൽ ശരിക്കും ജോസ് കെ മാണിയെ തോൽപ്പിക്കാനായിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് മാണി വിരുദ്ധർ എല്ലാവരും കൂടി തീരുമാനിക്കുകയും അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ അത് ഷോൺ ജോർജിന് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും അത് മാണി സി കാപ്പന് ജയിപ്പിക്കാമെന്ന് ഒരു തൽക്കാലത്തേക്ക് വിചാരിക്കുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്ന ഒന്ന്. രണ്ടാമത്തത്, ഈ പ്രസ്താവന ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഈ FCRI വിഷയമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ FCRI വിഷയത്തിൻ്റെയൊക്കെ പുറത്തുള്ള പ്രശ്നത്തിന്റെ കാര്യത്തിൽ വലിയ വിഷയമുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കുറച്ചും കൂടി വോട്ടുകളൊക്കെ അവിടെ പിടിക്കാനും കുറച്ചും ശക്തമായിട്ടുള്ള മത്സരമൊക്കെ ഷോൺ ജോർജിന് കാഴ്ചവെക്കാനും കഴിയുമായിരുന്നു. ഇനി ഷോൺ ജോർജിന്റെ അവസ്ഥ തന്നെ എന്താ? ഇതിനു മുമ്പുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ച ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ തവണ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള മത്സരങ്ങളിൽ വലിയ പഴയ പോലെയുള്ള ഒരു പ്രാമുഖ്യം PC ജോർജിന്റെ കുടുംബത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് അതില്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ അസ് ഓഫ് നൗ ഈ ദിവസം നമ്മളിപ്പോൾ എടുക്കുന്ന ദിവസം ഇനിയും 2-3 ദിവസങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിന്, അപ്പോൾ വേണമെങ്കിൽ മാറാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് അവിടെ മാണി സി കാപ്പൻ തന്നെ ജയിക്കാനാണ് സാധ്യത. എന്നിരുന്നാലും മികച്ച പെർഫോമൻസ് എല്ലാവരും കാത്തു സൂക്ഷിക്കട്ടെ. അതോടൊപ്പം തന്നെ മാണി സാറിന്റെ പകരക്കാരനായിട്ട് ജോസ് കെ മാണി നിയമസഭയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക്. അല്ല, മാണി സാറിന്റെ പകരക്കാരനായിട്ട് ജോസ് കെ മാണി നിയമസഭയിലേക്ക് എത്തണമെങ്കിൽ അവിടെ നിന്ന് ജയിക്കണമല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണി ഗ്രൂപ്പിനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ജോസ് കെ മാണി ജയിച്ചാൽ ജോസ് കെ മാണിക്കായിരിക്കും ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ. ജയിച്ചാൽ പാർട്ടി പുള്ളിയുടെ കയ്യിലേക്ക് ഒതുങ്ങും, നിലനിർത്താൻ പറ്റും. ഇല്ലെങ്കിൽ പാർട്ടിയും ജോസ് കെ മാണിക്ക് കൈവിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കേരള കോൺഗ്രസ് നയിക്കുന്ന ജോസ് കെ മാണി കഴിഞ്ഞ തവണ തന്നെ LDF-ൽ നിന്ന് UDF-ലേക്ക് പോയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചതാണ്. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ കട്ടക്ക് പുറത്ത് നിൽക്കുകയും അത് CPM ഗംഭീരമായി ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി പണി പാളി എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇത് വലിയ പരീക്ഷണമാണ്. കാരണം ഇത്തവണ കടന്നു കൂടിയില്ലെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് അനിശ്ചിതത്വത്തിലാക്കും.